ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നും വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പം ഇന്ന് സുട്ടുവിൻ്റെ സ്കൂളിൽ മീറ്റിങ്ങുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ താഴെ ഭാഗത്ത് പാടവും കാര്യമൊക്കെയാണ്. അപ്പം ഞാൻ അതിൽ കൂടെയാണ് മീറ്റിങ്ങിന് പോയത്. അപ്പം നമുക്ക് റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ നല്ല വെയിലും കാര്യമൊക്കെ, പിന്നെ കാക്കു പോരും വേണം കേട്ടോ. പിന്നെ കാക്കുവിനെ കൊണ്ടുപോകാനാവില്ല എന്ന് വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ രാവിലത്തെ ചായ പരിപാടിയും ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കൊക്കെയുള്ള ചോറൊക്കെ ഉണ്ടാക്കണ പരിപാടിയിലേക്ക് നീങ്ങിക്കണം. അപ്പം ഇന്ന് ഉച്ചക്കൊക്കെ സ്പെഷ്യലായിട്ട് ചരങ്ങ താളിക്കുന്നുണ്ട്, കഷ്ണം മീൻ ഫ്രൈ ആക്കണം, പിന്നെ എണ്ണിത്തണ്ട് മുതിരയൊക്കെ തോരന് വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇപ്പോൾ ഉച്ചക്കുള്ള സ്പെഷ്യൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പച്ചമുളക് പറിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഉണ്ടാക്കിയ പച്ചമുളകിൻ്റെ മരമാണ് കേട്ടോ. അപ്പോൾ കരിവേപ്പും ഒക്കെ നല്ല ഉഷാറായി വന്നിക്കണം. ഞങ്ങൾ ചാണകമൊക്കെ തെളിച്ച് കൊടുത്തിരുന്നു. പിന്നെ എന്നും 2 പ്രാവശ്യം നനക്കൊക്കെ ചെയ്യും, അതുകൊണ്ടാണ് അറിയില്ല. അപ്പോൾ നല്ല ഒക്കെ കിളിർത്ത് വന്നിക്കണം. പച്ചമുളകും അതുപോലെ 5-6 ഉണ്ടായിക്കണം. അപ്പോൾ ഉണ്ടായത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ, നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നനച്ചുണ്ടാക്കണം കാണുമ്പോൾ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല എരിവും കാര്യമൊക്കെ മുളകാണ്. അപ്പോൾ ഞാനതിൽ നിന്ന് മെല്ലെ 2 പറിച്ചു കൊടുത്തു. അപ്പോൾ ഒരുപാട് എരിവും കാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ അത് ഉണ്ടാവണ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ, നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുന്ന സാധനം. പിന്നെ എനിക്ക് പറിക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ, അതിങ്ങനെ കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അത് ജന്തുക്കളുടെ കോഴിക്കളൊക്കെ കൊത്തി നശിപ്പിക്കും പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ 2 പറിക്കുകയാണ്. അങ്ങനെ അത് പറിച്ചിട്ടാണ് ചരങ്ങ താളിക്കണിക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പച്ചക്കറീൻ്റെ ഒരു തോട്ടം കാര്യമൊന്നും ഉണ്ടാക്കിയെടുക്കാനുള്ള സ്ഥലവും സൗകര്യമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്ത് ഞങ്ങൾ ചെറുതായിട്ട് ഓരോന്ന് പിടിപ്പിച്ചതാണ്. അങ്ങനെ നമ്മൾ ചോറും എണ്ണിത്തണ്ടും മുതിരയും കൂടി ഉണ്ടോ ഉപ്പേരി വെച്ചത്. പിന്നെ മീൻ ഫ്രൈ ആക്കിയതും ചരങ്ങ താളിച്ചതൊക്കെ റെഡി ആക്കണം. അപ്പോൾ എണ്ണിത്തണ്ട് ഞങ്ങളെ വീട്ടിൽ ആ സാധനങ്ങളൊന്നും ഇല്ല. നമുക്ക് നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടു തരുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടിലില്ല നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ കൊണ്ടു തരുമ്പോൾ അത് കുറേ 2-3 ദിവസമൊക്കെ അങ്ങനെ വെക്കും കേട്ടോ. കാരണം അതൊന്നും എപ്പോഴും കിട്ടാത്ത സാധനമല്ലേ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെയല്ല തോരനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ അതൊക്കെയാണ് ഉച്ചക്കത്തെ സ്പെഷ്യൽ. അത് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് മീറ്റിങ്ങിന് പോകാൻ. 2:30-ക്കാണ് സുട്ടിൻ്റെ സ്കൂളിൽ മീറ്റിങ്. അപ്പോൾ ഞാൻ തുണികളൊക്കെ നല്ല ഉണങ്ങി, നല്ല വെയിലും കാര്യമൊക്കെ ഉണ്ടതിനപ്പോൾ ഉണങ്ങി കിട്ടിയപ്പം പെട്ടെന്ന് അത് എടുത്തുവെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനത് എടുത്തേക്കാണ്.
അങ്ങനെ സുട്ടൂൻ്റെ സ്കൂളിൽ പോയി മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി പോയിരുന്നു. ഞാൻ സുട്ടൂനെയും കൊണ്ടാണ് പോകുന്നത് കേട്ടോ. സുട്ടു വണ്ടിയിൽ പോരാൻ മടിച്ചില്ല കണ്ടപ്പോൾ എൻ്റെ കൂടെ നടന്ന് പോയി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ പാടത്തു കൂടെ പോന്നപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല പ്രകൃതി രമണീയമായ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ ഞാനിതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. സുട്ടുട്ടി നടക്ക് 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 ജന കുത്തിക്കോട്ടോ. ഞാൻ പോവാ